ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. എല്ലാവരും എത്തിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം ഞാൻ തന്നെ വായിക്കാം. അതിന്റെ 16 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കാനായിട്ട് പോകുന്നത്. ഫിലിപ്പി ലേഖനം 3:16 മുതൽ. എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. ബാക്കി നമുക്ക് പിന്നീട് വായിക്കാം. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് ഇവിടെ 16-ാം വാക്യത്തിൽ പറയുകയാണ്, നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അനുസരണം അല്ലെ? പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തിന് ഒത്തവണ്ണം നടക്കണം, അതിന് വിപരീതമായിട്ട് നടക്കരുത്. 3-ാം അധ്യായത്തിന്റെ പശ്ചാത്തലമൊക്കെ എടുത്ത് പറയാൻ പോവാണ്, ഒരുപാടുണ്ട്. 3-ാം അധ്യായത്തിൽ പ്രത്യേകിച്ച് പൗലോസ് തന്റെ സാക്ഷ്യം പറയുന്ന ഒരു അധ്യായമാണ്. എന്റെ തുടക്കത്തിലൊക്കെ തന്റെ സാക്ഷ്യമാണ് പറയുന്നത്. താൻ ആരായിരുന്നു, പിന്നെ ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതിനു ശേഷം തന്റെ ജീവിതത്തിൽ എന്ത് മാറ്റം വന്നു, ഇനി തന്റെ ജീവിത ഉദ്ദേശം എന്താണ്, ഇതൊക്കെയാണ് പൗലോസ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. അല്ലെ? താൻ പണ്ട് ഒരു യഹൂദനായിരുന്നു, അല്ലെ? 8-ാം നാളിൽ തന്നെ പരിച്ഛേദന ഏറ്റ എബ്രായരിൽ എബ്രായനായ ഒരു പാരമ്പര്യമുള്ള നല്ല യഹൂദനായിരുന്നു. പിന്നെ താൻ പഠിച്ച് പരീക്ഷനായി ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവനായിരുന്നു. അല്ലെ? ഇന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച, അല്ലെ, ഉന്നത കുലജാതൻ എന്നൊക്കെ നമ്മള് മാനുഷികമായിട്ട് പറയും. അങ്ങനെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച് RSS പോയി ചേർന്ന് ക്രിസ്ത്യാനികളെയും പാസ്റ്റർമാരെയൊക്കെ തല്ലിക്കൊല്ലുന്ന നല്ലൊരു ഗുണ്ടയായി, BJPയുടെ രാഷ്ട്രീയ നേതാവായി. അങ്ങനെ ഒരാൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ വന്നു എന്ന് മാത്രമല്ല വലിയൊരു നേതാവും കൂടെ ആയി എങ്ങനെ ഇരിക്കും? ഇതുപോലൊക്കെ ഇരിക്കും. അല്ലെ? പൗലോസ് ഒരു അന്നത്തെ കാലത്തെ ഒരു സംഖ്യയായിരുന്നു, നമ്മുടെ ഭാഷയിൽ, അല്ലെ? അങ്ങനെ സഭയെ ഉപദ്രവിക്കാനായിരുന്നു. പക്ഷേ അതെല്ലാം എനിക്ക് ലാഭമായിരുന്നത് ഞാൻ പിന്നെ ക്രിസ്തുവിനെ കണ്ടതിന് ശേഷം ഛേദമെന്നെണ്ണി, നഷ്ടമെന്നെണ്ണാൻ എഴുതി കളയാൻ തുടങ്ങി. അല്ലെ? പിന്നെ എനിക്ക് ഇപ്പോഴുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് ക്രിസ്തുവിനെ അറിയണം. ക്രിസ്തു നിമിത്തം എന്ത് ചെയ്യണം? എനിക്ക് നീതീകരണത്തിന്റെ അനുഗ്രഹം വേണം. അതവിടെ പൗലോസ് പറയുന്നുണ്ട്, 9-ാമത്തെ വാക്യം. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്കും നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന്. കണ്ടോ? നമ്മുടെ സ്വന്തം മാനുഷിക മതപരമായ അനുസരണത്തിലൂടെ ദൈവസന്നിധിയിൽ ഒരു നീതി നേടിയെടുക്കാമെന്നുള്ള മാനുഷിക ചിന്ത വേണ്ടെന്ന് വെച്ചിട്ട് ദൈവം കടമായിട്ട്, സൗജന്യമായിട്ട്, ദാനമായിട്ട് തരുന്ന നീതി എനിക്ക് ലഭിക്കണം. അതാണ് നീതീകരണം എന്ന് പറയുന്നത്. വിശ്വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന 1-ാമത്തെ അനുഗ്രഹമാണ് നീതീകരണം. അതുകൊണ്ടാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. കാരണം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. നമ്മളൊരു കുറ്റബോധത്തിന്റെ കീഴിലിരിക്കുന്ന വെറും പാപിയല്ല, നമ്മള് കർത്താവിൽ നീതീകരിക്കപ്പെട്ടു. അവന്റെ നീതി, കേട്ടോ, വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നൊരു നീതിയുണ്ട്, അല്ലാതെ സ്വന്തം പ്രവർത്തികളാലുള്ള ഒരു നീതിയല്ല. അതാണ് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതി വേണ്ട എനിക്ക്. ഒരു യഹൂദൻ പറയാണ്, എനിക്ക് ആ നീതി വേണ്ട. പിന്നെന്താണ്? എനിക്ക് ദൈവം കടമായി നൽകുന്ന ഒരു നീതി മതി. അത് കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് വേണം? അങ്ങനെ അവനിൽ ഇരിക്കുകയും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അനുഭവിച്ചറിയണം. നീതീകരണം ലഭിച്ചിട്ട് എനിക്ക് എന്തോ അനുഭവിച്ചറിയണം? പുനരുത്ഥാന ശക്തി അനുഭവിച്ചറിയണം. അതാണ് ശുദ്ധീകരണം. നമ്മുടെ വർത്തമാനകാല ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലേ? രക്ഷ ലഭിച്ചു കഴിഞ്ഞു, നീതീകരണം. ഇനി വർത്തമാന ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പുനരുത്ഥാന ജീവിതത്തിന്റെ പങ്കാളിത്തം വഹിച്ചുകൊണ്ട് പാപത്തിന്റെ മേൽ ജയജീവിതം കൊണ്ടാടുന്നതാണ്.
അതും കഴിഞ്ഞിട്ട് പുനരുത്ഥാന ശക്തി മാത്രം പോലെ എനിക്ക് ഇങ്ങനെ വല്ല വീതേനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനവും എനിക്ക് പ്രാപിക്കണം. അക്ഷരാർത്ഥത്തിലുള്ള പുനരുത്ഥാനം, അല്ലാതെ ശരീരത്തിൽ പുനരുത്ഥാന ശക്തി പ്രാപിച്ച് പാപത്തിന്റെ മേൽ ആത്മീയമായ ഒരു ജയം മാത്രം പോരാ, അക്ഷരാർത്ഥത്തിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എനിക്ക് പുനരുത്ഥാനവും പ്രാപിക്കണം. അപ്പൊ പൗലോസിന്റെ ചിന്തയാകെ മാറി. എനിക്ക് എന്തൊക്കെ വേണം? എനിക്ക് നീതീകരണം വേണം, ശുദ്ധീകരണം വേണം, തേജസ്കരണം വേണം. രക്ഷയുടെ 3 ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി എനിക്ക് എന്ത് വേണം? അങ്ങനെ എല്ലാം എനിക്ക് നേടിയെടുക്കണം എന്നും വെച്ചും 11-ാം വാക്യത്തിന്റെ അവസാനം, ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്ന് എണ്ണുന്നു. ക്രിസ്തുവിനെ നേടണം, ക്രിസ്തുവിലുള്ള നീതീകരണവും ശുദ്ധീകരണവും തേജസ്കരണവും നേടണം, അക്ഷരാർത്ഥത്തിൽ പുനരുത്ഥാനം നേടണം. അത് വെച്ചിട്ട് ഞാൻ എന്തോ ചെയ്യുന്നു? ബാക്കിയെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണി ഉപേക്ഷിക്കുന്നു. നമ്മൾ ഇന്നത്തെ കാലത്ത് അത് പഠിപ്പിക്കാറില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ ഒന്നും ഉപേക്ഷിക്കേണ്ട, എല്ലാം കെട്ടുവന്നു അല്ലെ? പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാം ചവറന്ന് എണ്ണുന്നു. എന്തുവാ ചവറന്ന് എണ്ണിയേ? തന്റെ പാരമ്പര്യം, തന്റെ പേര്, തന്റെ മഹിമ, തന്റെ മതപരമായ അനുസരണം, അനുഷ്ഠാനം, ഇതെല്ലാം ചവറന്നെണ്ണി. തന്റെ സ്വയനീതി ചവറന്നെണ്ണി അല്ലെ? നമ്മൾ പാപം മാത്രമേ ചവറന്നെണ്ണാൻ പഠിച്ചിട്ടുള്ളൂ. സ്വയനീതിയും ചവറന്നെണ്ണാൻ പഠിക്കണം. സുവിശേഷത്തിലൂടെ ലഭിക്കുന്നത് മാത്രം മതി, ക്രിസ്തു മാത്രം മതി. അങ്ങനെ ക്രിസ്തുവിന്റെ വിളിയിൽ എനിക്ക് പുരോഗമിക്കണം, എന്നെ പിടിച്ചിരിക്കുന്ന വിളിയിൽ എനിക്ക് പുരോഗമിക്കണം. പക്ഷെ അവിടെ താഴ്മയോടാണ് അപ്പോസ്തലൻ പറയുന്നത്. ഞാനെല്ലാം പ്രാപിച്ചെന്നോ തികഞ്ഞവനായെന്നോ ഞാൻ വീരവാദം നടത്തുന്നില്ല അല്ലെ? 13-ാം വാക്യം, സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു നിരൂപിക്കുന്നില്ല, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ലാക്കെന്ന് പറഞ്ഞാൽ ലക്ഷ്യം. എന്റെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് ഞാൻ മുമ്പിലോട്ട് ആഞ്ഞുകൊണ്ട് ഓടുന്നു. ഞാൻ എല്ലാം പ്രാപിച്ചെന്നല്ല, ഞാൻ തേജസ്കരണവും പ്രാപിച്ച എല്ലാം തികഞ്ഞവനെന്നല്ല, ശുദ്ധീകരണം എല്ലാം പ്രാപിച്ചു എന്നല്ല പൗലോസ് പറയുന്നത്. ശുദ്ധീകരണത്തിലൂടെ തേജസ്കരണത്തിലേക്ക് ഞാൻ മുൻപിലോട്ട് ആഞ്ഞ് ആ ഒരു പാതയിൽ ഇങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ആ പ്രയാണത്തിലാണ് ഞാൻ. പഴയതൊക്കെ മറന്ന് ഈ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി, വിരുദെന്ന് പറഞ്ഞാൽ പ്രതിഫലം, എനിക്ക് ക്രിസ്തുവിനെ നേടണം, ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണം, രക്ഷയുടെ പൂർത്തീകരണം കാണണം, ദൈവരാജ്യത്തിലെ പ്രതിഫലങ്ങൾ നേടണം. ഈ ഒരു ലക്ഷ്യബോധത്തോടെ ഓടുന്നു. കണ്ടോ? അപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കണം. നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അതാണ് അതിന്റെ പശ്ചാത്തലം. പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം എന്താണ്? നിത്യതയ്ക്ക് വേണ്ടി ഓടണം, രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഓടണം, ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യം വെച്ച് ഓടണം. ബാക്കിയെല്ലാം ചപ്പും ചവറുമാണ്, മറ്റൊന്നിലും ആശ്രയിക്കാൻ കൊള്ളത്തില്ല. ഈ പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനത്തിന് ഒത്തവണ്ണമാണോ നിങ്ങളൊക്കെ ഓടുന്നേ? അപ്പോൾ ആ പശ്ചാത്തലത്തിലാണ് 17-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത്, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിപ്പിൻ. ഞാൻ ഇത്രയും പറഞ്ഞല്ലോ, എന്റെ സാക്ഷ്യം, എന്റെ ജീവിത ശൈലി, എന്റെ ലക്ഷ്യബോധം, എന്റെ ഉദ്ദേശം അല്ലെ, എന്റെ അംബീഷൻ, ഇംഗ്ലീഷിൽ പറയും അംബീഷൻ അല്ലെ, ലക്ഷ്യം, എന്റെ ജീവിത ഉദ്ദേശം. അല്ലാതെ എനിക്ക് എന്റെ ജോലി സ്ഥലത്ത് വലിയ ആളാവണം, പ്രൊമോഷൻ നേടണം, അതിലൂടെ ദൈവത്തെ മാതീകരിക്കണം. ഇന്ന് ചില സാക്ഷ്യങ്ങളുണ്ടല്ലോ അങ്ങനത്തെ. അമേരിക്കയിലേക്ക് എന്നെ ദൈവം അയച്ചു, അതായത് ഇന്ത്യയിൽ കിടന്ന ദൈവത്തെ, അതത്ര വലിയ മാതീകരണമല്ല. അമേരിക്കയിൽ പോകുന്നതാണ് മാതീകരണം അല്ലെ? ഇങ്ങനത്തെ ലൗകിക ചിന്തകൾ വെച്ചിട്ടുള്ള സാക്ഷ്യം പറയും, അതിലിരുന്ന് കൈയടിക്കാനും ആളുകൾ. അതൊന്നുമല്ല. പൗലോസ് പറയുന്നത് ക്രിസ്തുവിനെ നേടണം, ബാക്കിയൊക്കെ ചപ്പും ചവറും. കുടുംബമായി ചപ്പ്, ഉന്നത കുലത്തിൽ ആദൻ, അതൊക്കെ ചപ്പ് ചവറ്. നീ മറ്റേ വലിയ ജാതി ജനിച്ച, അതൊക്കെ ചവറ് 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 അല്ലെ? ഈ ചവറെന്നുള്ള വാക്കല്ല ഇവിടെ പൗലോസ് ഉപയോഗിച്ചിരിക്കുന്ന, മലം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് നമുക്കാർക്കും അത് പള്ളി വായിക്കാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ചവറെന്നൊക്കെ നല്ല ഭംഗിയായിട്ട് തർജ്ജിമ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ ബൈബിളും. പക്ഷെ ഇവിടെ യവന ഭാഷ വായിക്കുമ്പോൾ നമുക്ക് അസഹ്യമായ ഒരു വാക്യമുണ്ട്. കാരണം മലം പോലും അല്ല ഇവിടെ ഉപയോഗിച്ചത്, അതിനേക്കാളും ഒരു വൃത്തിയായിട്ടൊരു വാക്കുണ്ട് യവന ഭാഷയിൽ, അതാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതൊക്കെ ഉന്നത കുടുംബം, ജാതി, പാരമ്പര്യം, സ്വയനീതി, ഇതെല്ലാം മലം അല്ലേ? ക്രിസ്തു എല്ലാം, ക്രിസ്തുവാണ് എല്ലാം. അങ്ങനെ ആ ജീവിതോദ്ദേശത്തിൽ നടക്കുന്ന പൗലോസിനെ നിങ്ങൾ എന്ത് ചെയ്യണം? അനുകരിക്കണം.
അല്ലേ? ഞങ്ങൾ, അപ്പൊ പൗലോസ് മാത്രമല്ല വേറെ കുറച്ച് പേരും കൂടെ ഉണ്ട് അല്ലേ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചനമായി. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. കുറിക്കൊള്ളുവിൻ എന്ന് പറഞ്ഞാൽ നോട്ട് ചെയ്ത് വെക്കണം. ആ സഹോദരൻ ആ സഹോദരി ആ കുറിച്ച് വെച്ചോ. ആ പുള്ളി പൗലോസിനെ പോലെയും പൗലോസിന്റെ കൂടെ ഉള്ളവർ നടന്ന മാതൃകയിൽ നടക്കണം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം അല്ലേ? അപ്പോ അതാരാ അവര്? അപ്പൊ നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരാം. 1-2 പേരുടെ കാര്യം അവിടെ തന്നെ പറയുന്നു. ഒന്നാമത് പൗലോസിന്റെ കാര്യം തന്നെ നോക്കിയേ. 2-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നേ. എന്നാൽ നിങ്ങളുടെ വിശ്വാസമെന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. കുറെ സന്തോഷമുണ്ടല്ലേ? എന്തോ സന്തോഷം? കാരാഗ്രഹത്തിലിരിക്കുന്ന പൗലോസാണ്. എന്ന് വേണേലും റോമ ചക്രവർത്തി കൊല്ലാൻ, തല വെട്ടിക്കളയാം. എന്തിനോ? കാരാഗ്രഹത്തിൽ പോയ പോലെ കള്ളത്തരം കാണിച്ചിട്ടോ, മോഷ്ടിച്ചോ? ക്രിസ്തുവിനെ പ്രസംഗിച്ച നിമിത്തം കാരാഗ്രഹത്തിൽ, സഭയെ സേവിച്ചത് നിമിത്തം കാരാഗ്രഹം, ദൈവജനത്തിന് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാവാൻ വേണ്ടി ജീവിതം മുഴുവൻ ഹോമിച്ചപ്പം ജയിലിൽ പോകേണ്ടി വന്നു. അങ്ങനെ പോയ വ്യക്തി പറയുകയാണ്, ഇനി നിങ്ങളുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി എന്നെ കൊല്ലേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും, നിങ്ങളും സന്തോഷിക്കണം, എന്നോടുകൂടെ സന്തോഷിക്കും. കേട്ടോ? അപ്പൊ ഇതാണ് പൗലോസിന്റെ മാതൃക. നമ്മൾ ഇംഗ്ലീഷ് ബൈബിളൊക്കെ വായിച്ചാൽ ഈ രക്തം ചൊരിയുക എന്നൊന്നും വായിക്കാൻ കിട്ടത്തില്ല. ഇത് മലയാളത്തിലേ ഉള്ളൂ ഈ രക്തം. കാരണം എന്ന് വെച്ചാൽ അവിടെ പാനീയ യാഗം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷ് ബൈബിളൊക്കെ ഡ്രിങ്ക് ഓഫറിംഗ് ഒക്കെ പറഞ്ഞു പോയി. അപ്പൊ ഒരു ത്യാഗസമ്പൂർണമായ സേവനം എന്നൊക്കെ പറഞ്ഞു പോവാം. പക്ഷെ പാനീയ യാഗം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? രക്തം ചൊരിയുന്നതിനെ കുറിച്ച്. അതുകൊണ്ട് മലയാളത്തിലെ തർജ്ജമ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അല്ലേ? വിശ്വാസമെന്ന യാഗമർപ്പിക്കുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നല്ല സൗരഭ്യവാസനയുള്ള ദൈവജനമായിട്ട് ഇങ്ങനെ വളരുന്ന ആ യാഗത്തിൽ ദൈവം എൻ്റെ രക്തം ഒരു പാനീയ യാഗം പോലെ തളിക്കുകയാണെങ്കിൽ അതിപ്പര ഒരു സന്തോഷം എനിക്ക് വേറെ ഇല്ലെന്ന്. പൗലോസ് എന്നുള്ള വ്യക്തിയെ കുറിച്ച് മനസ്സിലാകുന്നുണ്ടോ? അല്ലെ ചുമ്മാ കുറച്ച് കാര്യങ്ങളൊക്കെ ചപ്പും ചവറും തെണ്ണുന്നു, പിന്നെ കുറെ സ്വർഗത്തിൽ നേടാൻ പോകുന്നു എന്ന് മാത്രമല്ല, ജീവൻ കൊടുത്ത് ദൈവസഭയെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി അല്ലെ? ഇനി തൊട്ടു താഴെ 19-ാം വാക്യം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് എനിക്ക് നിങ്ങളെ കുറിച്ചുള്ള ആവലാതി, നിങ്ങൾ നല്ലപോലൊക്കെ ആണോ, നിങ്ങളുടെ സഭയൊക്കെ എങ്ങനെ പോകുന്നു, നിങ്ങളുടെ ക്ഷേമമൊക്കെ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അത് അറിഞ്ഞിട്ട് എൻ്റെ മനസ്സൊന്ന് തണുക്കണം അല്ലെ? അതിന് തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കാം എന്ന് കർത്താവിൽ ഞാൻ ആശിക്കുന്നു. അപ്പൊ രണ്ടാമത്തെ ആള് തിമോത്തിയോസിന്റെ പ്രത്യേകത നോക്കി 20-ാം വാക്യം. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. എന്താ? നിങ്ങളെ കുറിച്ച് പരമാർത്ഥമായിട്ട് കരുതുന്നവൻ. എന്താ പരമാർത്ഥമായിട്ട് കരുതുക എന്ന് പറഞ്ഞാൽ? ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളവൻ അല്ലേ? കരുതുക എന്ന് പറഞ്ഞാൽ അറിയാമോ? നിങ്ങളുടെ ക്ഷേമത്തിൽ താല്പര്യം വെക്കുക. ഇപ്പൊ ഒരാളെ കാണുമ്പോ ബ്രദർ എങ്ങനെ ഇരിക്കുന്നു, ആ ശരി, ഇതല്ല സ്നേഹം അല്ലെ? കരുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിന്റെ വളർച്ച, അവരുടെ അനുഗ്രഹത്തിലൊക്കെ ആത്മാർത്ഥമായിട്ട് താല്പര്യം വെക്കണം. അല്ലാതെ അഭിനയമല്ല, നടനമല്ല, ചുമ്മാ പുറമോടിയല്ല, കപടതയല്ല. പരമാർത്ഥമായിട്ട് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു അല്ലേ? അത് പൗലോസിനെ പോലെ തന്നെ മനസ്സുള്ളവൻ. അതാണ് തുല്യ ചിത്തൻ. ചിത്തം എന്ന് പറഞ്ഞാൽ അറിയാലോ, മനസ്സ്. ഒരേ മനസ്സുള്ള മറ്റൊരുത്തനും ഇല്ലെന്ന്. പൗലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ മനസ്സിൽ വരുന്നത്? ഒരു 10 പേര് കാണും തന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ അല്ലെ? പൗലോസിന് ഒരു ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ 10 പേര് കാണുകയായിരിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അന്നത്തെ കാലത്തെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി പൗലോസിന് എത്ര പേരെ അറിയായിരിക്കും? എത്ര സഭകളെ അറിയാം? എത്ര കൂട്ടുവേലക്കാർ? റോമാലേഖനം 16-ാം വാക്യം എടുത്ത് വായിച്ചാൽ 10-15 പേരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, എന്റെ കൂടെ വേല ചെയ്യുന്നവരെന്ന് അല്ലേ? പൗലോസിന് ഒരുപാട് പേര് തന്റെ കൂട്ടുവേലക്കാരോടുണ്ടായിരുന്നു. ഒരു 10-100 പേരെങ്കിലും കാണും. അതിൽ ഒരുത്തനും ഇല്ലെന്ന്. ഇങ്ങനെ ഞാൻ ചിന്തിച്ചേ, ഇന്നത്തെ കാലത്തും ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും
ശുശ്രൂഷയിൽ ഒരുപാട് പേരുണ്ട് അല്ലേ, കണ്ണി കാണുന്നവരൊക്കെ ഇപ്പൊ ശുശ്രൂഷയിൽ. പക്ഷെ ഇതുപോലെ പരമാർത്ഥ ഹൃദയത്തോടെ സഭയെ കരുതുന്നവർ ഇന്നും ഒരു തിമോത്തിയസെ കാണത്തുള്ളൂ പലയിടത്തും അല്ലേ. കാരണം എന്താണ്? അത് തൊട്ട് താഴെ പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം പൗലോസ് ഇതെന്താ ഇങ്ങനെ ഒരുത്തനെ ഉള്ളെന്ന്? 21-ാം വാക്യം, യേശുക്രിസ്തുവിന്റെ കാര്യമല്ല, സ്വന്തം കാര്യം അത്ര എല്ലാവരും നോക്കുന്നു. ആഹാ, ഇത് ഇന്നത്തെ കാലത്ത് കണ്ട് എഴുതിയ പോലെ ഉണ്ടല്ലേ. ഇപ്പൊ 1-ാം നൂറ്റാണ്ടിൽ നമ്മൾ പറയുമല്ലോ, 1-ാം നൂറ്റാണ്ടിലെ അനുഭവം, പരിശുദ്ധാത്മാവ് ഇറങ്ങി, പിന്നെ അങ്ങ് സ്വർഗമായിരുന്നു നമ്മളൊക്കെ പാട്ട് പാടുന്നത് അല്ലേ. ആദ്യം 1 നൂറ്റാണ്ടിലെ സഭയപ്പോ എന്നൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ. കണ്ട് ഇത് കണ്ടു, തിമോത്തിയോസ് ഒഴിച്ച് ബാക്കി എല്ലാ കൂട്ടുവേലക്കാരും എങ്ങനത്തെമാരായിരുന്നു? ആ സ്വന്തം കാര്യമൊക്കെ നോക്കിയെടുത്ത ക്രിസ്തുവിന്റെ കാര്യം അല്ലെന്ന്. തനിയും പച്ച മലയാളത്തിൽ പറഞ്ഞ എന്തോ അതിന്റെ അർത്ഥം? സ്വന്തം കാര്യം നോക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞത്? സഭയിലിരിക്കുന്ന എല്ലാരെയും കുറിച്ചല്ല, ശുശ്രൂഷയിലുള്ളവരെ കുറിച്ചായി പറഞ്ഞത്. സ്വന്തം കാര്യം നോക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? വയറ്റിപ്പിഴപ്പ് അല്ലെ, ഉപജീവന മാർഗം. 10-ാം ക്ലാസ്സിന് പുസ്തകേ ഉള്ളൂ, വേറൊരു ജോലിയും കിട്ടത്തില്ല, എന്നാ പിന്നെ എന്ത് ചെയ്യാം? പാസ്റ്റർ ആവാം. അങ്ങനത്തോടെ ശുശ്രൂഷയിൽ ഇറക്കാനേ പാടില്ല. ഉപജീവന മാർഗത്തിന് വേറെ ഒരു സ്കോപ്പും ഇല്ല, എന്നാ പിന്നെ പാസ്റ്റർ ആവാന്ന് പറയുന്നവരെ ശുശ്രൂഷയിൽ ഇറക്കുകയും ചെയ്തു. ഞാനാണ് കൈവപ്പ് ശുശ്രൂഷ ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ, അങ്ങനെയുള്ളവരല്ല ഇതിന് ഇറങ്ങേണ്ടത്. പിന്നെ എങ്ങനെയുള്ളവരെ ഇറങ്ങേണ്ടത്? സ്വന്തം കാര്യം നോക്കാതെ ക്രിസ്തുവിന്റെ കാര്യം നോക്കുന്നവർ. സ്വന്തം കാര്യം പോട്ടെ, ക്രിസ്തു മതി. അതിന് നമ്മൾ നേരത്തെ കണ്ടത്, കാരാഗ്രഹത്തിൽ ഇരിക്കുന്ന പൗലോസ്, അയ്യോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, എത്രയും പെട്ടെന്ന് എനിക്ക് പുറത്തിറങ്ങണം, നിങ്ങളെല്ലാം കൂടെ ഒരു ഉപവാസ പ്രാർത്ഥന എന്നാണ് പറഞ്ഞേ. ഞാൻ മരിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കുക അതിന്റെ പേരിൽ. കണ്ടോ അതെന്താ കാണിക്കുന്നത്? സ്വയമോഹവും സ്വാർത്ഥതയും ഒന്നും ഇല്ല, അതൊക്കെ പോയി അല്ലെ. മറ്റുള്ളവനാണ് എന്നെക്കാളും ശ്രേഷ്ഠൻ, ഫിലിപ്പി ലേഖനം 2 തൊട്ട് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ സ്വന്തം കാര്യം നോക്കുന്നവന്മാർക്കുള്ള പണിയല്ല ഇത്. എന്റെ സ്വന്തം കാര്യം പോട്ടെ, ക്രിസ്തുവിന്റെ കാര്യം. അതെന്തോ യേശു ക്രിസ്തുവിന്റെ കാര്യം? എന്തോ യേശു ക്രിസ്തുവിന്റെ കാര്യം? യേശു ക്രിസ്തു വചനത്തിലൂടെ തന്റെ സഭയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന ഉപദേശ സത്യങ്ങൾ, ആലോചനകൾ, അതിലാണ് താല്പര്യം. ഇന്ന് തന്നെ അതിലാർക്കും താല്പര്യമില്ല. വചനത്തിൽ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? ശുശ്രൂഷയിലുള്ളവർക്ക് തന്നെ താല്പര്യമില്ല. അതുകൊണ്ടാണ് സഭകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. 1 മണിക്കൂർ ധ്യാനിക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട്? ഒരു 5 വാക്യം എടുത്ത് 1 മണിക്കൂർ ധ്യാനിക്കാൻ പറ്റുന്ന എത്ര പാസ്റ്റർമാരുണ്ടെന്നറിയാം? വളരെ വിരളമാണ്. അവർക്ക് ഉടനെ പെട്ടെന്ന് അന്യഭാഷ കയറണം, പിന്നെ ആത്മാവിലൊന്ന് സുഖം വേണം, ഒരു രോമാൻ. അല്ലാതെ 1 മണിക്കൂർ ഒരു വാക്യം വെച്ചുകൊണ്ടിരിക്കാൻ മടി. ഈ റീൽസും ഷോർട്സും ഒക്കെ കണ്ട് പാസ്റ്റർമാർക്കും 5 മിനിറ്റ് കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഏകാഗ്രത ഇല്ല. യേശുക്രിസ്തുവിന്റെ കാര്യം ആരോ നോക്കട്ടെ, പിന്നെ എന്തിനാ ശുശ്രൂഷയൊക്കെ ചെയ്യുന്നത്? അത് ഇന്ന് വൈകുന്നേരം ഒരു 1000 രൂപ കിട്ടിയാലേ മോളുടെ മറ്റേ ഫീസ് അടയ്ക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ ഇതിന് വല്ല കൂലിത്തൊഴിലിനും പോണം. ഉപജീവന മാർഗത്തിനു വേണ്ടി കണക്കുകൂട്ടി ശുശ്രൂഷയിൽ ഇറങ്ങുന്നവൻ പൗലോസ് പറയും കൊള്ളത്തില്ല, എനിക്ക് പരമേൽപ്പിക്കാൻ കൊള്ളത്തില്ല. തിമോത്തിയോസ് അല്ല അല്ലെ. സ്വന്തം കാര്യമത്ര എല്ലാവരും നോക്കുന്നു, എന്നാൽ അവനോ മകൻ അപ്പൻ ചെയ്യുന്നത് പോലെ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ. വല്ലപ്പോഴും ഒരിക്കൽ സ്വന്തം കാര്യം നോക്കാതെ ശുശ്രൂഷ ചെയ്തെന്നല്ല, സിദ്ധത വന്നവനാണ്, ഇരുത്തം വന്നവനാണ് അല്ലെ, പക്വത വന്നവനാണ്, തെളിച്ചവനാണ്. പല പ്രാവശ്യം ഇതിലൂടെ ദൈവം ശോധന ചെയ്ത് നല്ല തഴക്കം വന്ന പക്വത ഉള്ളവനാണ് തിമോത്തിയോസ്. ഇനി തിമോത്തിയോസിനെ കുറിച്ചൊന്ന് ആലോചിച്ചാൽ, നമ്മൾ തിമോത്തിയോസിനെ കുറിച്ച് കേൾക്കുമ്പോൾ എന്തോ ചിന്തിക്കുന്നത്? പൗലോസിനെ പോലെ അങ്ങോട്ട് ഇറങ്ങി നിന്ന് നെഞ്ചും വിരിമാറ് കാണിച്ച് കൊല്ലടാ എന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, അങ്ങനെയാണോ? തിമോത്തിയോസിന്റെ ലേഖനങ്ങൾ വായിക്കണം. ഒരു പേടിത്തൊണ്ടനായിരുന്നു. വായിച്ചിട്ടുണ്ടോ ചരിത്രമൊക്കെ? തിമോത്തിയോസ് പൗലോസിനെ പോലെ അല്ല. പൗലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടില്ല, എഫെസോസിലെ ലഹള വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഇറങ്ങിച്ചട്ടില്ലത്തെ, അയ്യോ നിങ്ങളെ കൊന്നുകളയും അല്ലെ. ഇപ്പൊ ഒരു 100 പേര് ഇങ്ങോട്ട് സഭയിൽ അടിക്കാൻ വന്നാൽ നമ്മളെല്ലാം കഥ കൂട്ടിയാതിരിക്കും. പൗലോസ് മാറാ, ഞാൻ അങ്ങോട്ട് പോട്ടെ, ഞാൻ പോയവരോട് പ്രസംഗിക്കാം അല്ലെ. തിമോത്തിയോസ് ലഹള വരുന്നെന്ന് കണ്ട അപ്പോഴേ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ചോ, ഇനി ഞാൻ വരുന്നില്ല കേട്ടോ സഭയിൽ എന്ന് പറയും. അങ്ങനെ പേടിത്തൊണ്ടനായ തിമോത്തിയോസ്, പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടോ അവന്റെ ഹൃദയം പക്ഷെ ശരിയായ. അപ്പൊ ഇത് വലിയ മറ്റേ പൗലോസിനെ പോലെ ധീരനാകണം എന്നൊന്നുമല്ല. എന്നെ അനുകരിപ്പീൻ നമ്മള്
17-ാം വാക്യത്തിൽ വായിച്ചപ്പോ പൗലോസിനെ പോലെ ധീരനൊന്നും അല്ലല്ലോ ഞാൻ, എന്നാ പിന്നെ അനുകരിക്കാൻ പറ്റത്തില്ല. അതല്ല ഇവിടെ പറയുന്നു. നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ വ്യക്തിത്വം വ്യത്യസ്തമായിരിക്കും. നമ്മളെല്ലാവരും ഭയങ്കര ധീരശാലിയും പ്രസംഗം ചെയ്യുന്നവനും മൈക്കെടുത്ത് പൊളിക്കുന്നവനൊന്നും ആയിരിക്കത്തില്ല. പക്ഷേ നമുക്ക് ക്രിസ്തുവിനെ പോലെ സ്വാർത്ഥത വെടിഞ്ഞ അന്യന്റെ അനുഗ്രഹത്തിന് വേണ്ടി വില കൊടുത്ത് സ്നേഹിക്കാൻ പറ്റും. ത്യാഗസമ്പൂർണമായ സ്നേഹം കാഴ്ചവെക്കാൻ പറ്റും. അതാ ഇവിടെ പറയുന്നത്. സ്വയം വേണ്ടെന്ന് വെച്ചിട്ട് ക്രിസ്തു മതി എന്ന് പറയാൻ പറ്റും. അതിന് വ്യക്തിത്വം ഏത് തരത്തിലുള്ളതായാലും ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ തീപ്പൊരി പ്രസംഗം നടത്തുന്ന പൗലോസും ഉണ്ട്, പാവത്താനായ ഒരു തിമോത്തിയോസും ഉണ്ട്. അപ്പൊ തിമോത്തിയോസ് പറയുകയാണ്, ഞാൻ യേശുക്രിസ്തുവിന്റെ കാര്യത്തിനാണ് മുൻഗണന കൊടുക്കുന്നത്, സ്വന്തം കാര്യത്തിനല്ല. കണ്ടോ, അതിലെ സിദ്ധത വന്നവനാണ് തിമോത്തിയോസ്. ഇനി 25-ാം വാക്യത്തിൽ മൂന്നാമത്തെ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപടനും നിങ്ങളുടെ ദൂതൻ. ഒരുപാട് വാക്കുകൾ കൊണ്ട് ഒരു വ്യക്തിയെ വരച്ച് കാണിക്കുകയാണ് അല്ലേ. ഒന്നാമതായിട്ട് എൻ്റെ സഹോദരൻ, ക്രിസ്തുവിൽ ഞങ്ങൾ ഒരേപോലെയാണ്. ഞാനും അവനും ക്രിസ്തുവിൽ സഹോദരങ്ങളാണ്. പിന്നെ എൻ്റെ കൂട്ടുവേലക്കാരനാണ്, സുവിശേഷ ദൗത്യത്തിൽ ഒരു പടയാളിയാണ്, നിങ്ങളുടെ സഭയെ സംബന്ധിച്ച് നിങ്ങളുടെ ദൂതനാണ്. എന്താ ദൂതൻ എന്ന് പറഞ്ഞാൽ? സഭയില് ഇപ്പൊ ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ വായിച്ചാൽ സഭയിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഫിലിപ്പിയിൽ ക്രിസ്തേശുവിലുള്ള വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും, ഈ 3 കൂട്ടരേ ഉള്ള ഒരു സഭയില്. വിശുദ്ധന്മാര്, അതായത് എല്ലാ വിശ്വാസികളും, പിന്നെ അധ്യക്ഷന്മാര്, അതായത് മൂപ്പന്മാര്, പിന്നെ ശുശ്രൂഷകന്മാര്, അതായത് ഡീക്കന്മാര്. ഈ 3 കൂട്ടരേ ഉള്ളൂ. വേറെ പാസ്റ്ററൊന്നുമില്ല. മൂപ്പനാണ് പാസ്റ്റർ. പക്ഷെ ഈ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരിക്കും വചന ശുശ്രൂഷയിൽ കുറച്ചുകൂടെ പാഠമൊക്കെ ഉള്ളത്. പലയിടത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വചനത്തിലും ഉപദേശത്തിലും നല്ലപോലെ അധ്വാനിക്കുന്ന മൂപ്പന്മാരെ നിങ്ങൾ ബഹുമാനിക്കണം അല്ലേ. അപ്പോ ആ മൂപ്പന്മാരുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ദൂതൻ. ദൂതൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദൂത്, സന്ദേശം ഓരോ ആഴ്ചയും കൊണ്ടുവരുന്നവൻ. ഇങ്ങനെയുള്ള പ്രസംഗകർ. എല്ലാവരും ഇടയന്മാരാണ്, മൂപ്പന്മാരെല്ലാം ഇടയന്മാരാണ്. പക്ഷെ ഒരു ഇടയൻ കൂടുതൽ വചനമൊക്കെ അറിയാവുന്ന, വചനം പ്രസംഗിക്കുന്ന, അതിൽ സിദ്ധതയുള്ള ഒരു പ്രസംഗകൻ, ഒരു ദൂതൻ. ഈ ദൂതന്മാരോടാണ് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഓരോ സഭയ്ക്കും ഓരോ ദൂതൻ എഴുതുക. ആ ദൂതൻ വ്യക്തിപരമായി മാത്രം കേട്ടാൽ പോരാ, ദൂത് കൊടുക്കണം പിന്നെ സഭയ്ക്ക്. ശരി, അപ്പൊ ആരാണ് ഈ ദൂതൻ അല്ലേ? എൻ്റെ സഹപടനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോദിത്തസ്. ആ വാക്ക് നമുക്ക് പരിചിതമാകണമെന്നില്ല, ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എപ്പഫ്രോദിത്തസ് എന്നാണ് ഒരു വ്യക്തിയുടെ പേര്. അപ്പൊ നമ്മുടെ സഭയിലെ നമ്മുടെ പ്രസംഗിക്കുന്ന പാസ്റ്ററെ നമ്മൾ വിട്ടിരിക്കുക. അവിടെ പോയി ബുദ്ധിമുട്ടിലായിരിക്കുന്ന പൗലോസിനെ ശുശ്രൂഷിക്കാൻ അങ്ങനെ കൂടെ വന്ന എപ്പഫ്രോദിത്തസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. അവൻ നിങ്ങളെ എല്ലാവരെയും കാണുവാൻ വാഞ്ചിച്ചും താൻ ദീനമായി കിടക്കുന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചും ഇരിക്കുന്നു. കേട്ടത്? നമ്മൾ സാധാരണ എങ്ങനെ വ്യസനിക്കുന്നത്? താൻ ദീനമായി കിടക്കുന്നത് കാരണം വ്യസനിച്ചിരിക്കുന്നു. ഇതല്ലേ നമ്മളെ കുറിച്ചൊക്കെ. ഞാൻ വയറ് വയ്യാതെ കിടപ്പായിരുന്നു കുറച്ച് നാളായിട്ട്, വ്യസനിച്ചിരിക്കുന്നു. അതല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ദീനമായി കിടക്കുന്നത് നിങ്ങൾ കേട്ടത് കാരണം എനിക്ക് വ്യസനം. അയ്യോ, നിങ്ങൾക്ക് ഭാരമായത്, നിങ്ങൾക്ക് സങ്കടമായത്. കണ്ടോ എപ്പഫ്രോദിത്തസിന്റെ ഹൃദയം കണ്ടോ? അയ്യോ ഫിലിപ്പിയ, എന്റെ സഭക്കാര് ഞാൻ വയ്യ കിടക്കാന്ന് കേട്ടപ്പോ അവർക്ക് ബുദ്ധിമുട്ടായിക്കണം, അവർക്ക് സങ്കടമായിക്കണം. ഇന്ന് അങ്ങനത്തെ പാസ്റ്റർമാരാണോ, അങ്ങനത്തെ ആളുകളാണോ? അല്ല. ഞാനിവിടെ വയ്യ കിടന്നിട്ട് ഒരുത്തനും തിരിഞ്ഞു നോക്കിയില്ല അല്ലേ. ഞാനാണ്. പിന്നെ എന്നെ ഒരുത്തനും വന്ന് കണ്ടില്ല, ഒരുത്തനും എന്താന്ന് സഭ? ഇതല്ലേ പറയുന്നത്. ഇവിടെ പറഞ്ഞു കേട്ടോ, ഞാൻ ദീനമായി കിടക്കുന്നത് കുഴപ്പമില്ല, പക്ഷെ നിങ്ങളത് കേട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായല്ലോ അല്ലേ. കേട്ടോ, അപ്പൊ അവിടെ നമുക്ക് തെളിഞ്ഞു വരുന്ന കാര്യം സ്വയമല്ല പ്രധാനം. ഈ ഞാൻ എന്നുള്ള ഭാവം ഇല്ലാത്തവരാ ഇവരെല്ലാം. പൗലോസ് ആയാലും തിമോത്തിയോസ് ആയാലും എപ്പഫ്രോദിത്തസ് ആയാലും ഉള്ളിൽ എന്താണ്? എന്നെ എല്ലാരും കരുതണം, എന്നെ എല്ലാരും ബഹുമാനിക്കണം, എനിക്കായി എല്ലാരും കൈയടിക്കണം എന്നുള്ള സ്വാർത്ഥ മനോഭാവമല്ല. കണ്ടോ 27-ാം വാക്യം, അവൻ ദീനം പിടിച്ച് മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കാര്യം ചെയ്തു. അതിലെത്ര എനിക്കും കരുണയായിരുന്നു അവനെ സൗഖ്യപ്പെടുത്തിയത് അല്ലെ. എന്തൊരു സ്നേഹമായി മുഴുവൻ
പൗലോസ് എപ്പഫ്രൊദോസിനെ സ്നേഹിക്കുന്നു, എപ്പഫ്രൊദോസ് ഫിലിപ്പിയരെ സ്നേഹിക്കുന്നു, ഫിലിപ്പിയർ എപ്പഫ്രൊദോസിനെ സ്നേഹിക്കുന്നു, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം സ്നേഹത്തിന്റെ വ്യാപാരം, സ്വാർത്ഥത തീരെയില്ല, അല്ലെ? ഈ പൗലോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്താക്കുന്നതിനേക്കാളും എപ്പഫ്രൊദിത്തുസ് സൗഖ്യമായതിലാണ് പൗലോസിന് സന്തോഷം, അല്ലെ? നമ്മൾ ഒരു കഷ്ടത്തെ കൂടെ പോകുന്നു, കൂടെ സഭയിലുള്ള ഒരു കുടുംബവും കഷ്ടത്തെ കൂടെ പോകുന്നു, രണ്ടുപേരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥന, അവർക്ക് ഉത്തരം കിട്ടി, നമുക്ക് ഉത്തരം കിട്ടിയില്ല. ഉള്ളി ദുഃഖം വരൂ, ആത്മാർത്ഥമായിട്ടൊന്ന് ചോദിച്ചു, ഉള്ളി ദുഃഖം വരുമോ? ശരി, എനിക്ക് കിട്ടിയില്ല, അവർക്ക് കിട്ടി, എന്നെ തഴഞ്ഞു ദൈവം. പിന്നെ 3 ദിവസം പ്രാർത്ഥനയില്ല. ഇന്നത്തെ ഈ വചനമൊന്നും കേൾക്കാതെ വളരുന്ന, വേരില്ലാത്ത, ആടി ഒലയുന്ന വിശ്വാസികളുണ്ട്. ഇതാണ് 3 ദിവസം പിന്നില്ല, അല്ലെ? പലരും ഇപ്പൊ സഭയിൽ എന്താ വരാത്ത, അവർക്ക് ദൈവമായിട്ട് കയ്പായി. ദൈവം ഞാൻ വിചാരിക്കുന്ന പോലെ എന്റെ വേലക്കാരനായില്ലെന്ന് ദൈവം, അല്ലേ? ദൈവം നമ്മുടെ വേലക്കാരനല്ല, ദൈവം നമ്മുടെ യജമാനനാണ്, അല്ലേ? ഇവിടെ കണ്ടോ, എന്നെ കാരാഗ്രഹത്തിൽ ഇറക്കിയില്ലേലും എപ്പഫ്രൊദിത്തുസ് രക്ഷപ്പെട്ടു, അതിലാണ് എനിക്ക് സന്തോഷം. ആകയാൽ 28, നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും, കേട്ടോ, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവാൻ വേണ്ടി ഞാൻ എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ. ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. എങ്ങനെയുള്ളവരെ? മൂപ്പന്മാരെ എല്ലാം, പാസ്റ്റർമാരെ എല്ലാം ബഹുമാനിക്കണമെന്നാണ് നേരത്തെ പറഞ്ഞ ഈ വൈദ്യപ്പഴുപ്പ് ശുശ്രൂഷയും ചെയ്ത് നടക്കുന്ന അല്ലല്ല, ഇങ്ങനെയുള്ളവരെ. നേരത്തെ നമ്മൾ 17-ാം വാക്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ കാണിച്ച മാതൃക പ്രകാരമുള്ളവരെ കുറിച്ച് നോക്കണം. ചുമ്മാ ശുശ്രൂഷയിൽ ഇറങ്ങി ചുമ്മാ പാസ്റ്ററാണ്, ചുമ്മാ ഇടയനാണെന്ന് പറഞ്ഞാൽ പോരാ. സ്വഭാവ സവിശേഷതയുണ്ടോ? അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തോ കാണുന്നത്? ക്രിസ്തുവാണ് സ്വാർത്ഥ താല്പര്യത്തെക്കാളും വലുത്. സ്വന്തം ജീവിതം, സ്വന്തം ആഗ്രഹം, സ്വന്തം ലാഭം, സ്വന്തം മോഹത്തെക്കാളും ക്രിസ്തുവിനെ വിലമതിക്കുന്ന വ്യക്തികളെ അറിയാമെങ്കിൽ, ഇടയനോ മൂപ്പനോ സഹോദരനോ സഹോദരിയോ ആന്റിയോ അങ്കിളോ ആരോ ആയിക്കോട്ടെ, അവരെ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം, കുറിച്ചു വെക്കണം, അല്ലേ? 30-ാം വാക്യം, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാനല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളമായത്. ഫിലിപ്പ്യ സഭ ഒന്നടങ്കം ചെയ്യേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് എപ്പഫ്രൊദിത്തുസ് റോമിൽ വന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ വേല നിമിത്തം വന്ന് രോഗം പിടിച്ച് മരണത്തോളമായിട്ടും തന്റെ പ്രാണനെ പോലും കരുതാതെ എപ്പഫ്രൊദിത്തുസ് ശുശ്രൂഷ ചെയ്തു. അവിടെ 3 പേരെ നമ്മൾ കണ്ടല്ലേ? പൗലോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കട്ടെ, നിങ്ങൾ സന്തോഷിക്കട്ടെ, ഞാനും സന്തോഷിക്കും. തിമോത്തിയോസ്, സ്വന്തം കാര്യമല്ല, ക്രിസ്തുവിന്റെ കാര്യം. എപ്പഫ്രൊദിത്തുസ്, പ്രാണം പോയാലും വേല നിമിത്തം പ്രാണം പോയാലും സാരമില്ല. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് എന്തുവാ? സ്വയത്തെ നീക്കി, സ്വാർത്ഥതയില്ല. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് മടങ്ങി വരിക. 17 മുതൽ ഒന്നുകൂടെ വായിക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം. അപ്പൊ ഞങ്ങൾ ആരാന്ന് മനസ്സിലായല്ലോ? പൗലോസും തിമോത്തിയോസും എപ്പഫ്രൊദിത്തുസും നിങ്ങളെ ശുശ്രൂഷിച്ച ദൈവദാസന്മാരെല്ലാം നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവിൻ. കാരണം എന്താണ്? 18, ഞാൻ പലപ്പോഴും, ഒരിക്കലോ 2, 3 പ്രാവശ്യമല്ല, പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ, ചിലരല്ല, കുറച്ചുപേരല്ല, അനേകർ, ഭൂരിപക്ഷം പേരും ക്രിസ്തുവിന്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് പറയുന്നു. അതാണ് അപ്പൊ കാരണം. എല്ലാ ക്രിസ്ത്യാനികളും മാതൃകയാക്കാൻ കൊള്ളാവുന്നവരല്ല എന്ന് മാത്രമല്ല, ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളും മാതൃകയാക്കാൻ കൊള്ളത്തില്ല. പൗലോസ് നേരത്തെ പറഞ്ഞത്, എന്റെ കൂട്ടുവേലക്കാരെ പോലും എനിക്ക് ഒരു തിമോത്തിയോസേ ഉള്ളൂ. അപ്പൊ കണ്ടോ, എല്ലാ ക്രിസ്ത്യാനികളും, എല്ലാ പാസ്റ്റർമാരും, എല്ലാ പ്രസംഗകന്മാരും മാതൃകയല്ല. പിന്നെ എങ്ങനെ അറിയാൻ പറ്റും മാതൃക? അത് ഇയാളുടെ പ്രസംഗം കൊള്ളാം, കേൾക്കുമ്പോൾ നല്ല സുഖമുണ്ട്, അതല്ല മാനദണ്ഡം. ഇവര് മാതൃകയാണോ അല്ലേന്ന് അറിയാനുള്ള മാനദണ്ഡം എന്താണ്? പൗലോസ് കാണിച്ചു തന്ന ക്രൂശിന്റെ പാതയിലാണോ ഇവർ നടക്കുന്നത്? സ്വാർത്ഥ താല്പര്യമാണോ, ക്രിസ്തുവിന്റെ താല്പര്യമാണോ ഇവർക്ക് മുൻഗണന? അതാണ് മാനദണ്ഡം, അല്ലേ? കാരണം ഇങ്ങനെ നടക്കുന്നവരെ കുറിച്ച് ഇവിടെ വിശേഷണം കണ്ടോ, ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കൾ. സ്വന്തം മോഹം, സ്വന്തം താല്പര്യം, സ്വന്തം ലാഭം, ഇങ്ങനെ ഈ സ്വയം ഞാൻ എന്ന് പറഞ്ഞ് നടക്കുന്ന എല്ലാ ക്രിസ്ത്യാനികളും എന്താ ചെയ്യുന്നത്? ക്രൂശിന് വിപരീതമായിട്ടാണ് നടക്കുന്നത്. ക്രൂശിന്റെ ശത്രുക്കളാണ് അവർ, അല്ലെ? അപ്പൊ സഭയ്ക്കകത്തും ക്രൂശിന്റെ ശത്രുക്കൾ ഇരിപ്പുണ്ട്. ഇത് RSSകാരനെ കുറിച്ചല്ല എഴുതിയിരിക്കുന്നത്.
അപ്പോസ്തോലിക മാതൃകയിൽ ശുശ്രൂഷിക്കുന്നു, ജീവിക്കുന്നു, ക്രിസ്തുവിന് വേണ്ടി നിൽക്കുന്നു, അവരെ മാത്രമേ പിൻപറ്റാവുള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്? ക്രൂശിന്റെ ശത്രുക്കളാണ്. അപ്പൊ അവരെന്തോ ചെയ്യുന്നത്? ക്രിസ്തീയ ജീവിതത്തിലെ ദൈവത്തെ മുതലെടുത്ത് സ്വന്തം താല്പര്യങ്ങൾ നിർവഹിക്കുന്നു. അല്ലേ? ആ വിസ കിട്ടണം, എന്നാ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കും. അല്ലെ? സൗഖ്യം കിട്ടണം, എന്നാ പിന്നെ ദൈവത്തിൽ ആശ്രയിക്കും. അവരെല്ലാം യേശു യേശു എന്നൊക്കെ ബഹളം വെക്കും. പക്ഷേ ഉള്ളിലിരിപ്പ് സ്വന്തം കാര്യങ്ങളിലാണ്, യേശുക്രിസ്തുവിന്റെ കാര്യങ്ങളിലാണ്. അല്ലേ? അതുകൊണ്ടാണ് ഇതേ ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം, ഇതിന്റെ ആരംഭം ആക്ച്വലി അവിടാണ്. ഫിലിപ്പിയർ 2 അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. എല്ലാരും താഴ്മ ധരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ചെയ്യരുത്. എന്താ ഈ ശാഠ്യവും ദുരഭിമാനവും? മലയാളത്തിലെ തർജ്ജമ വെച്ചിരിക്കുന്നത് മനസ്സിലാവത്തില്ല. ശാഠ്യം എന്നുള്ള അവിടുത്തെ മൂലപദം സ്വാർത്ഥ താല്പര്യം എന്നുള്ള വാക്കാണ്. സെൽഫിഷ് അംബീഷൻ ഇംഗ്ലീഷിൽ പറഞ്ഞ സ്വന്തം ലാഭം, അതാണ് ശാഠ്യം. അല്ലാതെ നമ്മൾ പിള്ളേർ ശാഠ്യം ഇപ്പൊ ചോക്ലേറ്റ് വേണം, ആ ശാഠ്യം അല്ല. ശാഠ്യം എന്ന് പറഞ്ഞാൽ എന്റെ വഴിയെ നടന്നോണം, എനിക്ക് തോന്നിയതുപോലൊക്കെ തന്നെ ഇവിടെ നടക്കണം, എന്റെ തോന്നിവാസത്തിന് ലൈസൻസ് തരണമെന്നുള്ള ശാഠ്യം, സ്വന്തം ലാഭം. അല്ലേ? അതുപോലെ ദുരഭിമാനം, തെറ്റായ മഹിമ എന്നാണ് അവിടുത്തെ അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം. സ്വയമഹത്വീകരണം, അതായത് എല്ലാം സ്വയകേന്ദ്രീകൃതമാണ് ഇവിടെ. എന്റെ ലക്ഷ്യം നടക്കണം, എന്റെ കണക്കുകൂട്ടൽ നടക്കണം, അന്ത്യത്തിൽ എല്ലാവരും എനിക്ക് വേണ്ടി കൈയടിക്കണം. ഇങ്ങനെ പറയുന്നവരാരായിരിക്കും? ക്രിസ്ത്യാനികളായിരിക്കും, പ്രസംഗകനായിരിക്കും, ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന ആളായിരിക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ഇതാണ്, എല്ലാം ഞാൻ 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 ഞാൻ. എന്റെ സഭ വളരണം, എന്റെ ലൈവ് സ്ട്രീം വളരണം, എന്റെ യൂട്യൂബ് വളരണം, ഇതേ ഉള്ളൂ. യൂട്യൂബിൽ പ്രസംഗിക്കുന്ന പ്രസംഗം പക്ഷെ വിശുദ്ധി എന്നായിരിക്കും. പക്ഷെ ഉദ്ദേശം സ്വാർത്ഥമാണ്. ഇത് തിരിച്ചറിയാൻ പറ്റാത്തവനിരുന്ന് കൈയടിച്ചോണ്ടിരിക്കും. ഇവരൊന്നും മാതൃകാ പുരുഷന്മാരല്ല. എല്ലാം ഞാൻ 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 ഞാൻ. അപ്പൊ നിങ്ങളൊന്ന് ഓർത്തോണേ, താഴ്മയുടെ ശത്രുക്കളാണ് ഇവ. അതാണ് കുഴപ്പം. എല്ലാം സ്വയകേന്ദ്രീകൃത കണക്കുകൂട്ടലുകളിൽ നീങ്ങുകയാണെങ്കിലുള്ള കുഴപ്പം താഴ്മയില്ല. താഴ്മയുടെ ശത്രുക്കളാണ് സ്വന്തം മോഹം, സ്വന്തം ലാഭം, സ്വയമഹത്വീകരണം എന്നീ ചിന്തകൾ. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്ന ഈ താഴ്മയാണ് ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ മുഖമുദ്ര. ആണ് 2-ാം അധ്യായത്തിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പോലെ ആകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ. എനിക്ക് യേശു ക്രിസ്തുവിനെ പോലെ ആകണം, അവന്റെ അനുരൂപതയിലേക്ക് എന്നെ തിരിക്കണം എന്നൊക്കെ പറയുമല്ലോ. എന്തോ ക്രിസ്തുവിന്റെ സ്വഭാവം? രത്ന ചുരുക്കത്തിൽ താഴ്മ. അല്ലെ? യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, തന്റെ മഹത്വമല്ല തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കുന്നവനാണ് യഥാർത്ഥ സാക്ഷി. അല്ലേ? അപ്പോ ഒരു പ്രസംഗം കയറിയിട്ട് കുറഞ്ഞ നേരം ഞാൻ 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 എന്ന് പറഞ്ഞാൽ അവൻ നല്ല സാക്ഷിയല്ല, അപ്പോഴേ എഴുതിക്കളയണം. നിങ്ങൾ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇയാളുടെ ഉള്ളിലിരിപ്പ് എന്താ? തന്നെ പൊക്കാനാണോ അതോ യേശുവിനെ പൊക്കാനാണോ ഇവൻ വന്നിരിക്കുന്നത്? ആരെ ഉയർത്താനായി നോക്കുന്നത്? ചില പ്രസംഗങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ട്, ഒരിക്കലും യേശുവിനെ കുറിച്ച് സംസാരിക്കും. ഇന്നേവരെ ഞാൻ കേട്ടിട്ടില്ല. 10-25 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന ചില പ്രസംഗങ്ങളുണ്ട്, ഇന്നുവരെ യേശുവിനെ കുറിച്ചൊന്നും പറയത്തില്ല. സഭയെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്, മിഷനെ കുറിച്ചൊക്കെ വാദോരാതെ പ്രസംഗിക്കും. ഇന്ന് വരെ യേശുവിന്റെ മനോഹാരിത ഒരു പ്രസംഗമില്ല. 25 വർഷമായിട്ട് ഞാൻ കേൾക്കുന്ന പ്രസംഗന്റെ ഒരു പ്രസംഗമില്ല യേശുവിന്റെ. ഞാൻ ഇന്ന് യേശുവിന്റെ മനോഹാരിത കണ്ട് മയങ്ങിപ്പോയി. ഡിവോഷണൽ മെസ്സേജ് ഇല്ല, കുറെ മിനിസ്ട്രി, മിഷൻ, മറ്റേത് മറിച്ചത് എല്ലാം പറയും. കാരണം എന്താണ്? ഇതിലൂടെയൊക്കെ എന്റെ മഹത്വം വളരണം, എന്റെ സഭ വളരണം, എന്റെ അത് വളരണം, എന്റെ ഇത് വളരണം. അപ്പോ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ ഈ മാതൃക, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മാതൃക പ്രകാരം നടക്കുന്നവരെ കുറിച്ചു നോക്കണമെന്ന്. ഇത് എളുപ്പമല്ല ഈ പ്രവൃത്തി. കാരണം ഇത് വിശ്വാസി അവിശ്വാസിയും തിരിക്കുന്ന കാര്യമില്ല, അത് എളുപ്പമാണ്. വിശ്വാസികളുടെ ഇടയിൽ തന്നെ തിമോത്തിയോസിനെ പോലുള്ള ഒരുവനെ കണ്ടുപിടിക്കാൻ, അല്ലെ? പലരും, അനേകരും ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ശത്രുക്കളായി നടക്കുന്നു. പിന്നെ ആരാ ക്രൂശിന്റെ സുഹൃത്തായി നടക്കുന്ന? ആരാ ക്രൂശ് എടുത്തു ജീവിക്കുന്നവൻ? ആരാ സ്വയം വേണ്ട എനിക്ക് ദൈവം മതി എന്ന് പറയുന്നവൻ? അങ്ങനെയുള്ളവരെ കണ്ടുകിട്ടാൻ പ്രയാസം. അവർ കണ്ടുപിടിക്കണം. അവരാണ് നമ്മുടെ മാതൃക. ഇപ്പൊ തന്നെ നമ്മുടെ വചനത്തിൽ നമ്മൾ കണ്ടല്ലേ, പൗലോസിനെ കണ്ടു, തിമോത്തിയോസിനെ കണ്ടു, എപ്പഫ്രോദിസിനെ കണ്ടു. ഇവർക്കൊന്നും ഈ ശാഠ്യവും ഇല്ല, ഈ പറഞ്ഞ ദുരഭിമാനവുമില്ല. സ്വന്തം മോഹം, സ്വന്തം ലാഭം, സ്വന്തം മഹത്വം.
ഇതല്ല അവരുടെ നോട്ടം. അവർക്ക് സ്വന്തമായതിൽ ഛേദം സംഭവിച്ചിട്ട് സഭയ്ക്ക് നന്മ വരട്ടെ, അതിലാണ് അവർ സന്തോഷം കാണുന്നത്. അതിലവർ അഡ്ജസ്റ്റ് ചെയ്ത് താങ്ങി തൂങ്ങി പോകുന്നതല്ല, അതിലാണ് അവരുടെ സന്തോഷം. അല്ലേ? ഞാനിപ്പോൾ മരിച്ചു പോയാലും കുഴപ്പമില്ല, സാരമില്ല എന്നല്ല പറയുന്നത്. ഞാൻ അതിൽ സന്തോഷിക്കും, നിങ്ങളും സന്തോഷിക്കണം എന്നാണ് പൗലോസ് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ വിശ്വാസത്തിൽ ഒരു പാനീയാകം പോലെ രക്തം ചൊരിഞ്ഞ എനിക്കതിൽ ഞാൻ തുള്ളിച്ചാടുമെന്ന് പറഞ്ഞാൽ അത് എന്തോ ചെയ്യാനാ, വെച്ച് അനുഭവിക്കാം എന്നല്ല ഈ പറയുന്നത്. ഞാൻ അങ്ങനെ പകർന്നാലും എനിക്കതിൽ സന്തോഷമാണ്, ഞാൻ അതിനുവേണ്ടി ഉറ്റുനോക്കുന്നു. അത് കിട്ടിയ ഭാഗ്യമെന്ന് എണ്ണുന്നു എന്ന് പറയുന്നവനാണ് ക്രൂശിന്റെ പാതയിൽ നടക്കുന്നവൻ. അപ്പൊ കരഞ്ഞുകൊണ്ട് പറയുകയാണ് പൗലോസ്, ക്രിസ്തുവിന്റെ ശത്രുക്കളെ പോലാണ്, ക്രൂശിന്റെ ശത്രുക്കളെ പോലാണ് അനേകർ നടക്കുന്നത്. 19-ാം വാക്യം, അവരുടെ അവസാനം നാശം. നമ്മൾ നേരത്തെ കണ്ട അവസാനം ക്രിസ്തുവിന്റെ പരമവിളിയുടെ ബിരുദം നേടും, ഇതിന്റെ അവസാനം നാശം. അപ്പൊ ലോകത്തിൽ പലതും അവർ നേടുമായിരിക്കും, പക്ഷേ അന്ത്യം നാശം. അവരുടെ ദൈവം വയറ്. എന്താ അതിന്റെ അർത്ഥം? ദൈവം വയറ്. ഒരു രാവിലെ എഴുന്നേറ്റ് വയറിനോടാണോ പാട്ട് പാടുന്നത്? സ്തോത്രം വയറ്, സ്തുതി വയറ് എന്നാണ്. വയറെന്ന് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏതർത്ഥത്തിലാണ്? അവരുടെ അഭിരുചികൾ, അല്ലെ? അപ്പിറ്റൈറ്റ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അഭിരുചികൾ, അവരുടെ താല്പര്യങ്ങൾ, അവരുടെ മോഹങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ അവർക്ക് എന്തോള്ള താല്പര്യം, അതാണ് അവരുടെ ദൈവം. അല്ലാതെ യേശു അല്ല അവരുടെ ദൈവം. ഇതാരെ കുറിച്ചായി പറയുന്നത്? ഏതോ ജാതിയനെ കുറിച്ച്, അല്ലേ? വിശ്വസിക്കാത്ത, ദൈവത്തിലൊന്നും വിശ്വസിക്കാത്ത നിരീശ്വരവാദിയെ കുറിച്ചാണ്. ഇത് സഭയ്ക്കകത്തുള്ളവരെ കുറിച്ചായി പറയുന്നത്. അപ്പൊ മനസ്സിലാക്കണം, സഭയ്ക്കകത്ത് വയറിനെ ആരാധിക്കുന്നവനും വന്നിരുന്നു. യേശു മാത്രം മതി. ഞാൻ എപ്പോഴും പറയും, നീ മാത്രം മതി. ആ പാട്ട് പാടുമ്പോൾ എന്തർത്ഥത്തിലാണ് നിങ്ങൾ ഈ പാടുന്നത്? നീ മാത്രം മതി, എന്റെ എല്ലാ പദ്ധതികളും നടത്തിയെടുക്കാൻ നീ മാത്രം മതി. അങ്ങനെയാണോ പാടുന്നത്? എന്റെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ നീ മാത്രം മതി എന്നാണോ? സ്വപ്നവും വേണ്ട, സാക്ഷാത്കാരവും വേണ്ട, ഒന്നും വേണ്ട, നീ മാത്രം മതി. ഞാൻ ദൈവത്തിന്റെ അടുക്ക വരുന്നത് മറ്റ് അനുഗ്രഹങ്ങളൊക്കെ തട്ടിയെടുക്കാനല്ല, ദൈവം തന്നെയാണ് എൻ്റെ അനുഗ്രഹം എന്നാണോ? ഭാര്യ ഭർത്താക്കന്മാർക്ക് അറിയാം, അല്ലേ? കല്യാണം കഴിച്ച എന്തിനാണ്? സ്വത്ത് കിട്ടും, അല്ലേ? കുട്ടികളെ കിട്ടും, പിന്നെ വേറെ പല കാർ കിട്ടും. ഇതിനൊക്കെ വേണ്ടി കല്യാണം കഴിച്ചതിന് നമ്മൾ എന്തോ പറയും? നല്ല പയ്യൻ എന്നാണ് പറയുന്നത്. അതോ അവസരവാദി, അല്ലേ? അതാണ്. അപ്പൊ നിങ്ങൾ എന്തിനാ ഈ യേശുവിന്റെ പുറകെ വരുന്നത്? നീ മാത്രം മതി എന്ന് പാടുമ്പോ ഏതർത്ഥത്തിലായി പാടുന്നേ? ഇവിടെ കണ്ടോ, അവരുടെ ദൈവം യേശുക്രിസ്തു അല്ല. ക്രിസ്തുവിലൂടെ എന്തൊക്കെ നേടിയെടുക്കാം, ആ കപട താല്പര്യത്തിലാണ് അവർ വരുന്നത്. സ്വയമോഹമാണ് അവരുടെ അടിത്തറ. അവരുടെ ദൈവം വയർ. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. എന്തുവാ ലജ്ജയായതില്? നേരത്തെ നമ്മൾ പറഞ്ഞു മലം, അല്ലെ? അവർക്ക് വലിയ ലജ്ജയൊന്നും തോന്നില്ല. പാരമ്പര്യം, കുടുംബ മഹിമ, ഉന്നത കുലം, അല്ലെ? മതപരമായ അനുസരണം, അനുഷ്ഠാനം. ഞാൻ സഭയുടെ ബിൽഡിംഗ് കെട്ടിക്കൊടുത്ത ആളാണ്, അല്ലെ? പണ്ടൊരിക്കൽ എനിക്കറിയാവുന്ന ഒരു ദേവദാസൻ പറഞ്ഞു, ഒരു സഭയിൽ ചെന്നപ്പം ഫാനിന്റെ 3 ലീഫിൽ 3 പേരുടെ പേര്, ഈ ഫാൻ തന്ന ആൾക്കാരുടെ പേര് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. എന്തൊരു അല്പത്തരം! നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നില്ലേ? ഈ ഫാൻ എൻ്റെ ഇവിടുത്തെ 2 സഹോദരന്മാരുടെ പേരെഴുതി വെച്ചാൽ ഈ ഫാൻ ഡൊണേറ്റ് ചെയ്തത്. ഫാന് വല്ല AC ആണേലും പോട്ടെന്നൊക്കെ, ഈ ഫാന് 3 ലീഫിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. ആരാ എഴുതി വെച്ച? വല്ല ജാതീയനാണോ? അല്ല, ജനിച്ചപ്പോ തൊട്ടേ ബൈബിള് വായിക്കുന്ന കുറച്ച് അച്ചായന്മാര്, അല്ലേ? അതാണ് നമുക്കിപ്പോ കേൾക്കാൻ അയ്യേം തോന്നുന്നു. പൗലോസ് പറയാണ്, ഞാൻ മറ്റതെല്ലാം മലമെന്നെണ്ണി. ഏതൊക്കെ? കുടുംബ മഹിമ, എന്റെ മതപരമായ അനുസരണം, അനുഷ്ഠാനം, തീക്ഷ്ണ, സ്വയനീതി എല്ലാം മലമെന്നെണ്ണി. പക്ഷെ ഇവർക്ക് ആ ലജ്ജയായതിലാണ് ഇവർക്ക് പ്രശംസ. ഇവരിങ്ങനെ മലവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് മലമൊക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ എടുത്ത് കയ്യടിയടാ എനിക്ക് മലം കിട്ടി, സ്റ്റാറ്റസ് ഇടുന്നു. എത്ര പേരാ വാട്സാപ്പ് സ്റ്റാറ്റസ് ഇടുന്നു കയ്യടി കിട്ടാൻ, അല്ലേ? കുറുക്ക് വഴി. ഞാൻ എന്നെ തന്നെ പൊക്കാറില്ല, അപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇട്ടു, അല്ലേ? ഇങ്ങനത്തെ വാല് പൊക്കുന്നവരുണ്ട്. എല്ലാം ഇത് പറഞ്ഞാണ് പുകഴ്ച. ലജ്ജാകരമായ കാര്യങ്ങളിൽ അത്, പക്ഷെ അത് ലജ്ജയാണെന്ന് തോന്നണമെങ്കിൽ നിത്യതയുടെ കാഴ്ചപ്പാടിലേ അത് തോന്നത്തുള്ളൂ. ലൗകികന്മാരുടെ ഇടയിൽ പോയി ഇതിലെന്തോടെ എത്ര ലജ്ജിക്കാൻ? നല്ല കുടുംബത്തിൽ ജനിച്ചു, നല്ല പദവി കിട്ടി, നല്ല പൈസ ഉണ്ടാക്കി, ഇതിലെന്തോ എത്ര ലജ്ജിക്കാൻ? ലോകക്കാർക്ക് മനസ്സിലാകത്തില്ല, ലൗകികന്മാരായ പ്രസംഗകർക്കും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ലൗകികന്മാരായ പ്രവാചകന്മാർ തലയൊക്കെ വെച്ചിട്ട് പറയുന്നതെല്ലാം നമുക്ക് പുച്ഛം തോന്നും, ചിരി തോന്നും. എന്തുവാണ് ഇറങ്ങിക്കൂടെ പോടാ ഇതൊക്കെ, അല്ലേ? പിന്നെ അമേരിക്കയിലായിരിക്കും ചിലരെ കൊടുങ്ങി അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങും. ചിലർക്ക് പോടേ അവിടുന്ന് അല്ല അമേരിക്ക, അല്ലേ?
എന്ന് തോന്നും. പൗലോസിന്റെ തലയൊക്കെ വെച്ച് അങ്ങനെ നിന്നെ ഇപ്പൊ കാരാഗൃഹത്തിൽ ഇറക്കി നിന്നെ പിടിപ്പിച്ച് ഇനിയും വലിയ ശുശ്രൂഷ. പൗലോസ് പോടെ ഇറങ്ങി, എനിക്ക് മരിക്കണം, ക്രിസ്തുവിനെ പോലെ എനിക്ക് സേവനത്തിൽ മരിക്കണം, ത്യാഗസമ്പൂർണ്ണനാകണം, അല്ലാതെ ഇവിടുന്ന് പുറത്തിറങ്ങണം, പോടെ ഇറങ്ങി എന്ന് പറയും അങ്ങനത്തെ പ്രവാചകന്മാർ. ഇന്ന് പക്ഷെ ജഡീക വിശ്വാസികൾ പ്രവാചകനൊക്കെ വിളിച്ചു വരുത്തും വീട്ടിൽ, ആ കേറി വാ പാസ്റ്റർ എന്ന് പറയും. എന്താണ്? ലജ്ജാകരമായ കാര്യത്തിൽ ലജ്ജ തോന്നുന്നില്ല. ലൗകികന്മാരായി, ജഡീകന്മാരായി, അല്ലെ? ജഡീകന്മാർ ലജ്ജാകരമായ കാര്യത്തിൽ അവർക്ക് ലജ്ജ തോന്നുന്നില്ല, അവർക്കതിൽ മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു, അല്ലെ? നമ്മളങ്ങാണ് ഇത് എഴുതിയെങ്കിൽ ലോകത്തിലുള്ളത് ചിന്തിക്കുന്നത്. ശരി, അപ്പൊ ഒരു ലൂപ്പ് ഹോളായി. ലോകത്തിൽ ഇത് ഭൂമി, അപ്പൊ പിന്നെ എല്ലാമായി ഇതിനകത്ത്, അല്ലെ? നമ്മൾ സാധാരണ ലോകത്തിനെ വിടണം, ഭൂമി വിടണ്ട. മനുഷ്യരല്ലേ നമ്മൾ, മനുഷ്യരാകുമ്പോ ഭൂമിയൊക്കെ വേണ്ടേ? പൗലോസ് കടിപ്പിച്ചെഴുതി ഭൂമി, എനിക്ക് ഭൂമിയിലെ പോലും വേണ്ട, സാധാരണ മനുഷ്യർ പറയുന്ന സാധനം പോലും എനിക്ക് വേണ്ട, ഭൂമിയിലുള്ളത് ചിന്തിക്കുന്ന ജഡീകന്മാർ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു, അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കറങ്ങിത്തിരിഞ്ഞ് പൗലോസ് വീണ്ടും എവിടെത്തി? എനിക്ക് പുനരുത്ഥാനം പ്രാപിക്കണം. അല്ല, പൗലോസ് പിന്നെ കറങ്ങിത്തിരിഞ്ഞ് തന്റെ പഴയ ലക്ഷ്യത്തിലെത്തി. പൗലോസ് ലക്ഷ്യം വെച്ചിരിക്കുന്നതാണ്, എങ്ങനെ ഏത് വിധേനയും എനിക്ക് അവസാനം തേജസ്കരണം പ്രാപിച്ച് രക്ഷയുടെ പൂർത്തീകരണം കാണും, അല്ലാതെ വേറെ ഒരു പരിപാടിയിലും ഞാൻ ഉറ്റുനോക്കുന്നില്ല. പൗലോസ് ചിലപ്പോൾ നിന്നെ കാരാഗ്രഹത്തിൽ അതല്ല ഞാൻ ഉറ്റുനോക്കും, ഞാൻ ഉറ്റുനോക്കുന്നത് ആത്യന്തികമായ എന്റെ ലക്ഷ്യം, അവിടെയുള്ള എന്റെ നോട്ടം. ആ നോട്ടത്തിന് വേണ്ടി എവിടോട്ട് നോക്കണം? എവിടുന്നായി പുനരുത്ഥാനം വരുന്നേ? അതിനാദ്യം ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. അതുകൊണ്ട് ഞാൻ സ്വർഗത്തിൽ നോക്കിക്കൊണ്ടിരിക്കുക. എപ്പോ വരും? വാതിലെപ്പോ തുറക്കും? അല്ലാതെ കാരാഗ്രഹത്തിന്റെ വാതിലെപ്പോ തുറക്കും, എന്റെ ഇപ്പോഴത്തെ അല്ലലുകളൊക്കെ എപ്പോ നീങ്ങും, അതൊന്നുമല്ല. കർത്താവ് എപ്പോ ഇറങ്ങി വരും? സ്വർഗത്തിലാണ്. എന്റെ മണവാളൻ എവിടാണോ അവിടെയാണ് എന്റെ ഹൃദയം. നിങ്ങളുടെ നിക്ഷേപം എവിടാണോ അവിടെ ആയിരിക്കും നിങ്ങളുടെ ഹൃദയം. അല്ലാതെ ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഇനി മറ്റന്നാൾ വീട് കെട്ടണം, പറഞ്ഞാൽ മോളെ കെട്ടിക്കണം, ഇതും കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണ സമയം നടക്കുന്നവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മളോ നമ്മുടെ പൗരത്വമുള്ള സ്വർഗത്തെ ചിന്തിക്കുന്നു. അപ്പൊ ഇതാണ് അപ്പോസ്തോലിക മാതൃക. ഈ മാതൃകയോട് ചേർന്ന് പോകാത്ത ഏത് മാർപ്പാപ്പയാണേലും തള്ളിക്കളയണം. അതാരായാലും ഈ മാതൃകയോട് ചേരുന്നവരാണ് നമുക്കും മാതൃകയായിരിക്കേണ്ടത്. നമ്മളും ക്രൂശിന്റെ പാതയിൽ നടക്കണം. ക്രിസ്തുവിന് വേണ്ടി മരണത്തോളം പോകാനും മടിയില്ലാത്തവരായിരിക്കണം. ഇതാണ് ശിഷ്യന്റെ ഗുണം. ഈ സുവിശേഷ പരിജ്ഞാനത്തിനൊത്തവണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം? അനുസരിച്ച് നടക്കണം, അനുസരിച്ച് നടക്കണം. അപ്പോൾ പറഞ്ഞു നിർത്തുമ്പോൾ സ്വന്തമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ മാറ്റിവെക്കാൻ പഠിക്കണം. അതാണ് ക്രൂശെടുത്ത് തന്നെ ദിനവും പിൻപറ്റുക എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് ക്രൂശ് എടുക്കാൻ ആരെയും പഠിപ്പിക്കാറില്ല. ക്രൂശൊന്നും എടുക്കാതെയും അനുഗ്രഹം കിട്ടും എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രം ക്യാൻസർ പോലെ പടർന്നു പന്തിരിക്കുകയാണ്. എവിടെ തിരിഞ്ഞാലും ഈ പ്രസംഗമാണ്. ക്രൂശൊന്നും എടുക്കേണ്ട, എല്ലാ ദിവാസ്വപ്നവും സാക്ഷാത്കരിക്കാൻ ഒരു ജാലവിദ്യക്കാരനെ പോലെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. അതല്ല അപ്പോസ്തലന്മാർ പഠിപ്പിച്ചത്. നിങ്ങളുടെ സ്വന്തം മോഹമൊക്കെ മാറ്റി വെക്കണം, ശാഠ്യവും ദുരാഭിമാനവും ഒക്കെ മാറ്റി വെക്കണം. നിങ്ങളുടെ വയറല്ല നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ ആഗ്രഹമല്ല നിങ്ങളുടെ ദൈവം, യേശുക്രിസ്തു ആയിരിക്കണം ദൈവം. സ്വന്തം കാര്യം നോക്കുന്നതല്ല നല്ല കാര്യം. യേശുവിന് വേണ്ടി ജീവിക്കണം. മുൻപേ അവന്റെ രാജ്യവും അവന്റെ നീതി അന്വേഷിക്കാന്നാണ് പറഞ്ഞത്. അവിടെ നിങ്ങളുടെ ചിന്താഗതിക്ക് മാറ്റം വരണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഈ ചിന്ത വേണം, ഞാൻ ക്രൂശിന്റെ നിഴലിൽ നടക്കാൻ വിളിച്ചവനാണ്. അപ്പൊ നമ്മുടെ കാര്യമൊക്കെ ആരും നോക്കും? പൗലോസിന് വിവാഹം കഴിച്ചിട്ടില്ല, ഇങ്ങനെ നടക്കാം, അല്ലെ? നമുക്ക് കുടുംബമുണ്ട്, പിള്ളേരുണ്ട്. ഇതിപ്പോ ആരും, അതാണ് ദൈവത്തിന്റെ ജോലി, അത് ദൈവം ചെയ്തോളൂ. നമ്മുടെ ജോലിയല്ല അത്, അതൊക്കെ ദൈവം നടത്തിക്കൊള്ളൂ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തിമോത്തിയോസിനെ പോലെ, പൗലോസിനെ പോലെ, എപ്പഫ്രൊദോത്തിസിനെ പോലെ ക്രൂശിന്റെ പാതയിൽ നടക്കുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃക ഇന്ന് ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവേ, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ബാക്കി എല്ലാം ചപ്പന്നും ചവറന്നും എണ്ണുവാൻ അങ്ങ് പൗലോസിനെ സഹായിച്ചല്ലോ. ക്രിസ്തു എത്ര വിലയേറിയതാണെന്ന്
പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തല്ലോ. ബാക്കിയെല്ലാം ലജ്ജാകരവും താൽക്കാലികവും ഉപയോഗശൂന്യവും ചവറുപോലെ തള്ളിക്കളയേണ്ടതുമാണെന്നുള്ള വെളിപ്പാട് അങ്ങ് കൊടുത്തല്ലോ കർത്താവ്. ഇന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയും അത് തന്നെയാണ്. ഞങ്ങളുടെ ഉള്ളത്തിലും ഈ ഒരു വെളിപ്പാട് പകർന്നു തരണമേ. എല്ലാം തികഞ്ഞവരാണെന്നോ പ്രാപിച്ചവരാണെന്നോ ഉള്ള നിഗളം ഞങ്ങൾക്ക് ആർക്കും വേണ്ട. താഴ്മയോടെ കർത്താവേ, അങ്ങ് ഞങ്ങൾക്കായി വെച്ചിരിക്കുന്ന ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാനുള്ള ഒരു ഉത്സാഹം ഞങ്ങൾക്ക് തരണമേ. ഈ ഭൂമിയിൽ താമസിക്കുമ്പോൾ മറ്റു മനുഷ്യരെ പോലെ, ലോകക്കാരെ പോലെ, ലൗകികന്മാരായ സഭക്കാരെ പോലെ പലപ്പോഴും നമ്മുടെയും ജീവിത ഉദ്ദേശം മാറിപ്പോവാൻ സാധ്യതയുണ്ട് കർത്താവേ. ഞങ്ങളെ വീണ്ടും വീണ്ടും ആ രക്ഷയുടെ പൂർത്തീകരണം എന്ന ഏകലക്ഷ്യത്തിലേക്ക്, ക്രിസ്തു എന്ന ഏകലക്ഷ്യത്തിലേക്ക് മടക്കി കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ കർത്താവെ അപ്പോസ്തോലിക മാതൃക വ്യതിചലിച്ച് ലോകത്തിന്റെ വഴിയിൽ പോകുവാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം മോഹത്തെക്കാളും സ്വന്തം മഹത്വീകരണത്തെക്കാളും അങ്ങയുടെ ഹിതത്തെയും അങ്ങയുടെ മഹത്വത്തെയും സ്നേഹിക്കുന്ന യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരാകുവാൻ ഞങ്ങളേവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഞങ്ങളുടെ ഉള്ളിൽ ക്രിയ ചെയ്ത് അങ്ങനെ ഒരു ജീവിതം തന്നെ ഉളവാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അങ്ങ് ചെയ്യാൻ സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.